എൻ്റെ പാപങ്ങളെല്ലാം ചുമന്നു, എൻ്റെ പേർക്കായി പാപമായി മാറി. എൻ്റെ ശാപങ്ങളെല്ലാം വഹിച്ചു, എൻ്റെ പേർക്കായി ശാപമായി മാറി. എല്ലാം തന്നാലും യാഗമായാലും, എല്ലാം തന്നാലും യാഗമായാലും തുല്യമാവില്ല യേശുനാഥ. എല്ലാം തന്നാലും യാഗമായാലും, എല്ലാം തന്നാലും യാഗമായാലും തുല്യമാവില്ല യേശുനാഥ. ആരാധന എന്നേശുവിന്, എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. എല്ലാ നന്മകൾക്കും നന്ദി ചൊല്ലുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം ഉൽപ്പത്തി 8:4 ഒന്ന് ശ്രദ്ധിച്ചാട്ട്. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാജത്ത് പർവ്വതത്തിൽ ഉറച്ചു. ആമേൻ. ഈ ഒരു വചനം എത്ര പേരെയാണ് ഉറപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ആമേൻ. ഭൂമിയിൽ നിന്ന് കാൽ തൊടാൻ പോലുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നടക്കുകയാണ്. വെള്ളം എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നൊന്നും നോക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ നോഹയും കുടുംബമാണ്. ഇന്നലെ ഈ വചനം പറയുകയാണ്, പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കുറെ വർഷങ്ങളായിട്ട് എങ്ങും ഉറയ്ക്കാതെ, ജോലിയിൽ ഉറയ്ക്കുന്നില്ല, പോകുന്നിടത്തൊന്നും സ്ഥിരപ്പെടുന്നില്ല, ഇങ്ങനെ അലയുന്ന ചിലര് ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ ഉറപ്പിച്ചു തരുന്നു, നിങ്ങളെ ഉറപ്പിക്കാൻ പോവുക ദൈവം. നിങ്ങളുടെ അലച്ചിലുകൾ മാറാൻ പോവുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര അലച്ചിലായിരുന്നു. എന്നാൽ ആ അലച്ചിൽ മാറിയത് യാബോക്കിൽ ദൈവമായിട്ടൊന്ന് കണ്ടുമുട്ടി അന്ന് മുതൽ അവന്റെ ലൈഫ് തിരിയാൻ തുടങ്ങി. അലച്ചിലുകൾ മാറി. അന്ന് തൊട്ട് അവന്റെ ലൈഫ് ലക്ഷ്യത്തിലേക്ക് തിരിയാൻ തുടങ്ങി. ഇന്ന് കർത്താവ് പറയുന്നു, പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് ചിലടത്ത് സെറ്റിലാകാൻ പോവുകയാണ്. ആമേൻ. ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ അവസാനം കാണുന്നത് അവൻ കൈസരിയിലെത്തിയെന്നാണ്. അവൻ കൈസരിയിൽ ഉറച്ചു. പല സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ആ മനുഷ്യൻ കൈസരിയിൽ ഉറച്ചു. അതുപോലെ അലഞ്ഞു നടക്കുന്ന, പ്രത്യേകിച്ച് ഭൗതികമായിട്ട് തന്നെ ചില കാര്യം പറയുന്നു, ഈ വീടുകളൊന്നുമില്ലാതെ മാറി മാറി റെന്റഡ് ഹൗസുകളിൽ യാത്ര ചെയ്യുന്ന ചിലരുണ്ട്. ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോകും. ജോലിയിൽ ഒരിടത്തും സ്ഥിരമല്ലാതെ ഇങ്ങനെ അലയുന്നവരുണ്ട്. ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. മിനിസ്ട്രിയിൽ, കർത്താവിൻ്റെ സേവയിൽ എവിടെ ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ അലയുകയാണ്. ദൈവം ഉറപ്പിക്കാൻ പോവുകയാണ്. എന്ത് ചെയ്താലും മാറി മാറി കാര്യങ്ങൾ ചെയ്ത് ഒന്നിനകത്തും സക്സസ് ആകാതെ ചിലർ ഓരോ കാര്യത്തിന് വേണ്ടി, അത് തുടങ്ങാൻ വേണ്ടി ഒത്തിരി സമ്പത്തുകൾ മുടക്കി അതെല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് പോയി അങ്ങനെ നഷ്ടങ്ങൾ മാത്രം, അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയാതെ നടക്കുന്ന ചിലരെയൊക്കെ കർത്താവ് ഉറപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. പ്രിയ ബ്രദർ, സിസ്റ്റർ, ഫാമിലി, നിങ്ങളെ ഉറപ്പിക്കുന്ന സീസണാണിത്. ഇനി അലച്ചിലായിരിക്കത്തില്ല. നിങ്ങൾ റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പൊസിഷനിൽ നിങ്ങൾ എത്താൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ റൈറ്റ് ടൈമാണ്. അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകം ഉറച്ചതുപോലെ ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചു, നിങ്ങൾക്കുള്ള ദൂതാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു.
കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ അലച്ചിലുകൾ ഇന്ന് പകൽ അങ്ങ് മാറ്റുന്നതിനും അത് നിർത്തുന്നതിനും സ്തോത്രം ചെയ്യും. കർത്താവെ, ഇദ്ദേഹത്തെ ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ അങ്ങ് ഉറപ്പിക്കാൻ പോകുന്നതിന് നന്ദി പറയും. എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയും. സെറ്റിൽ ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവെ, എല്ലാ അലച്ചിലുകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. അവളുടെ ജീവിതത്തിൽ മുമ്പോട്ടേക്കുള്ള വഴികളെ ഞങ്ങൾ തുറക്കുന്നു. എസ്റ്റാബ്ലിഷ് ആകുവാനുള്ള എല്ലാ മേഖലകളിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. കർത്താവെ, ഞങ്ങൾ കുടുംബമായിട്ട് ഈ ദൂത് അവരുടെ മേൽ കൈമാറി അവരെ ബ്ലസ് ചെയ്യുന്നു. അവരെ ദൂതിനകത്ത് കയറി നിന്ന് സന്തോഷിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ ഉറപ്പിക്കുന്നു. ഉറയ്ക്കട്ടെ കർത്താവെ, അവരുടെ കുടുംബം ഉറയ്ക്കട്ടെ, അവരുടെ മിനിസ്ട്രി ഉറയ്ക്കട്ടെ, അവരുടെ ജോലി ഉറയ്ക്കട്ടെ, അവരുടെ ഫാമിലി ഉറയ്ക്കട്ടെ, അവരുടെ തലമുറകൾ ഉറയ്ക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലിയില്ലാതെ പല ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റിജക്റ്റഡായി പോയി തളർന്നിരിക്കുന്നവർ ചില ജോലികളിൽ ഉറയ്ക്കട്ടെ, ചില രാജ്യങ്ങളിൽ ഉറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോകുന്നവർ ഉറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. സന്തോഷത്തോടെ വചനം സ്വീകരിച്ചാട്ടെ. അനുഗ്രഹത്തോടെ ദിവസം ചിലവഴിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.